ഹലോ, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അൽഹംദുലില്ലാ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ ഒരു ഫുൾ ഡേ റുട്ടീനാണ് കേട്ടോ. രാവിലെ മുതൽ രാത്രി വരെയുള്ള കാര്യങ്ങളൊക്കെയാണ് വീഡിയോയിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുള്ളത്. മാത്രമല്ല കുറേ അധികം റെസിപ്പീസും വിശേഷങ്ങളും എല്ലാം ഇൻക്ലൂഡാണ്. വീഡിയോ എല്ലാവരും മുഴുവനെ തന്നെ കണ്ടു നോക്കുക. കണ്ടിഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറന്നു പോകില്ല കേട്ടോ. അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ മറക്കാതെ ലൈക്ക് ബട്ടൺ കൂടെ എല്ലാവരും പ്രസ് ചെയ്തേക്കണേ. അപ്പോൾ ഈ ഒരു വീഡിയോ മുഹറം 10 നോമ്പിൻ്റെ അന്നത്തെ വീഡിയോ ആണ് കേട്ടോ. കാര്യം ഇതിൻ്റെ ഇടയ്ക്ക് നമുക്ക് മുഹറം 9 കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഒരു റെസിപ്പിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് പിറ്റേ ദിവസത്തെ വീഡിയോ തരാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായില്ല. പിന്നെ സൺഡേ വന്നില്ലേ, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഈ വീഡിയോ കുറച്ച് വൈകിയിട്ടുണ്ട്. പിന്നെ സാധാരണ പോലെ തന്നെ ഞാൻ ഒരു 3:30 ആയപ്പോൾ 3:30 അലാറം വെച്ച് 3:35 ഒക്കെ ആയപ്പോൾ എണീറ്റ് കേട്ടോ. അപ്പോൾ എണീറ്റ് ഫ്രഷ് ആകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമസ്കാരവും കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ ഇതാ കിച്ചണിലേക്ക് വന്നിട്ടുള്ളത്. ഇനിയിപ്പോൾ തലേ ദിവസം നോമ്പ് തുറന്നപ്പോൾ നല്ല ഹെവി ഫുഡ് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, മന്തിയും അങ്ങനെയൊക്കെ. നിങ്ങൾക്ക് ആ റെസിപ്പി ഞാൻ തന്നല്ലോ. അപ്പോൾ അതൊക്കെ ആയതുകൊണ്ട് തന്നെ എന്തെങ്കിലും ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിക്കുക കേട്ടോ. കാരണം നമ്മൾ നോമ്പ് തുറന്നിട്ടല്ലേ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചത്, ഇപ്പോൾ രാത്രിയിലല്ലേ. അപ്പോൾ ഒന്ന് ലൈറ്റാക്കിയിട്ട് എന്തെങ്കിലും വെള്ളമോ ഡേറ്റ്സോ നട്ട്സോ എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ ഇതാ കുറച്ച് വെള്ളമൊക്കെ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. തിളപ്പിച്ച് ആറിയ വെള്ളമല്ലേ, രാവിലത്തേക്ക് തണിഞ്ഞു പോയിട്ടുണ്ടാവില്ലേ, അപ്പോൾ അതൊന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ കുറച്ച് ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും വെള്ളവും കുടിക്കലാണ്. അപ്പോൾ എന്തെങ്കിലും ഒന്ന് കഴിക്കുക. നമ്മൾ ചായ അങ്ങനെ രാവിലെ കുടിക്കലില്ല കേട്ടോ, ചായ കുടിക്കലേ ഇല്ല. അപ്പോൾ പിന്നെ വെള്ളമാണ്. പിന്നെ ഞാൻ എണീറ്റ് ഉടനെ ആ ഒരു 3:30 എണീറ്റ് വന്നു എന്ന് പറഞ്ഞില്ലേ, എണീറ്റ് നമസ്കാരത്തിന് പോകുന്നതിന് മുമ്പ് ഇതുപോലൊരു കപ്പിൽ ഫുള്ളായിട്ട് വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് പിന്നെ വന്നിട്ടാണ് ഇപ്പോൾ കുടിക്കുന്നത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നമസ്കാരവും കാര്യങ്ങളും സുബഹി നമസ്കാരങ്ങളൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം കടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഇതാ ഒരു 8:30 ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതാ റഫീഖാക്ക് പോകാൻ വേണ്ടിയിട്ട് എണീറ്റതാണ് കേട്ടോ. റഫീഖാക്ക് ഡ്യൂട്ടി ഉണ്ട്. അപ്പോൾ ഇന്ന് മഴ ഇടയ്ക്ക് പെയ്യുന്നുണ്ട്, ഇടയ്ക്ക് പെയ്യുന്നില്ല, അങ്ങനെ കേട്ടോ. എന്നാൽ അടഞ്ഞ മഴയില്ല, എന്നാലും മഴയുണ്ട്, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ റഫീക്ക് പോയി. അതിന് ശേഷം ഞാനെൻ്റെ കുറച്ച് ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ നോമ്പായതുകൊണ്ട് തന്നെ ഒരുപാട് ഫ്രീ ടൈം ഉണ്ടാവും. നമുക്ക് കുക്കിങ്ങും കാര്യങ്ങളൊന്നും പകലുണ്ടാവില്ല, വൈകുന്നേരത്തേക്കേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനിതാ നമ്മൾ ബെഡ്റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക, അങ്ങനെ മൊത്തം ഒതുക്കി പെറുക്കി വെക്കുക, ഒന്ന് അടിച്ചു വാരി ഒന്ന് തുടച്ചിടാനുണ്ട് കേട്ടോ. താഴെ ഒന്ന് തുടച്ച് ഇടാനും കൂടെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യട്ടെ. പിന്നെ ഇങ്ങനെ നോമ്പൊക്കെ ആകുമ്പോൾ നമുക്ക് എന്തായാലും ഫ്രീ ടൈം എന്തായാലും ഒരുപാടുണ്ടാവും. അപ്പോൾ ഞാൻ ബെഡ്ഷീറ്റ് വിരിക്കുന്നത് എല്ലാവരും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ ബെഡ്ഷീറ്റ് ഇതുപോലെ ഇടും കേട്ടോ. എല്ലാ ഭാഗത്തും ഇങ്ങനെ ഫോൾഡ് ചെയ്യാൻ കണക്കാക്കിയിട്ട് ഇങ്ങനെ റെഡിയാക്കിയിട്ട് വെക്കും. ഞാൻ മുന്നേ കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ. അപ്പോൾ ഇത് അതിൻ്റെ ആ ഒരു മേലെ നിൽക്കുന്ന ഭാഗമല്ലേ, ഫസ്റ്റ് ഭാഗം, ആ ഒരു ഹെഡിൻ്റെ അവിടുത്തെ, അതിങ്ങനെ ഞാൻ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് വെക്കൂല കേട്ടോ. കറക്റ്റ് അവിടെ ഇങ്ങനെ ലെവലാക്കി വെക്കുകയുള്ളൂ. കാര്യം ഇപ്പം എനിക്ക് ബെഡ്ഷീറ്റിൻ്റെ ഒരു കറക്റ്റ് കിട്ടാത്ത പോലെ തോന്നും കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള 3 ഭാഗവും ഇങ്ങനെ ഉള്ളിലേക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുക. ഇപ്പോൾ ഇതാ ഞാൻ 3 ഭാഗവും ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ അറ്റം വരുന്നില്ല, അത് ഇങ്ങനെ ഉള്ളിലേക്കാക്കിയിട്ട് ഫോൾഡ് ചെയ്ത് അവിടെ ഇങ്ങനെ ഫിക്സ് ആയിട്ട് തന്നെ നന്നായിട്ട് തന്നെ നല്ല റെഡിയായിട്ട് ക്ലീനായിട്ട് ഇരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഞാനിങ്ങനെയാണ് ചെയ്യൽ. പിന്നെ പില്ലോസ് വെക്കുന്ന ആ പ്രിൻറ്റഡ് പില്ലോസ് ഇല്ല, അത് ഞാൻ ബാക്കിലാണ് വെക്കുക. എന്നിട്ട് വൈറ്റ് പില്ലോ ആണ് ഞാൻ ഫ്രണ്ടിലേക്ക് വെക്കുക കേട്ടോ. അത് എൻ്റെ ഒരു ഇഷ്ടമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആ പ്രിൻറ്റഡ് പില്ലോ ഫ്രണ്ടിലേക്ക് വെക്കട്ടെ. എനിക്കിങ്ങനെ വെക്കുന്നതാണ്. അപ്പോൾ ഒരു എന്താ പറയുക, ഒരു സെറ്റായിട്ട്. മറ്റേ നമ്മൾ വൈറ്റ് ബാക്കിലേക്ക് വെക്കുന്ന സമയത്ത് എനിക്ക് സാധാ നമ്മളൊരു എക്സ്ട്രാ പില്ലോ വെച്ചൊരു ലുക്ക് കിട്ടൂല ഇങ്ങനെ. എന്നാൽ ഇത് 2 പില്ലോ ഇത് കാണുകയും ചെയ്യും. എനിക്കിത് കൂടുതൽ ഇഷ്ടം. നിങ്ങൾ മറ്റേ പോലെ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് കഴിഞ്ഞ് ബ്ലാങ്കറ്റൊക്കെ ഇങ്ങനെ കറക്റ്റായിട്ട് വിരിച്ചിടും, അത്ര തന്നെ കേട്ടോ. അപ്പോൾ ഇതേ ഉള്ളൂ. അപ്പോൾ നമ്മളെ ബെഡ്റൂം അല്ലതാ ഒന്ന് ക്ലീൻ ആക്കിയിട്ടുണ്ട്. ബെഡ്റൂം ഇങ്ങനെ നീറ്റാക്കിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ അത് ചെയ്യുമ്പോൾ തന്നെ ഭയങ്കര ഒരു ഫീലാട്ടോ. എന്താ പറയുക, കുറേ പണി കഴിഞ്ഞ ഒരു ഫീൽ കിട്ടും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ
അതായത് ഇങ്ങനത്തെ ഡൈനിങ് ഹാള്, ലിവിങ് ഏരിയ, സിറ്റ് ഔട്ട്, ഇതൊക്കെ ഒതുക്കി പറഞ്ഞ ഒരു പ്രത്യേക എനർജി കിട്ടും കേട്ടോ. പിന്നെ ബാക്കിയെല്ലാം പെട്ടെന്ന് കഴിഞ്ഞു. ബെഡ്റൂമിലല്ലേ നമ്മൾ എല്ലാം കൊണ്ടുവെക്കലും ഡ്രസ്സ് ഉണ്ടാവും, അങ്ങനെ ഇങ്ങനെ എല്ലാം ഉണ്ടാവുമല്ലോ. അപ്പോൾ ഇപ്പോൾ നമസ്കാരത്തിനെടുത്തിട്ടുള്ള പടം അങ്ങനത്തെ ഒക്കെ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ റെഡിയാക്കി എടുത്ത് അതൊന്ന് ക്ലീൻ ആയി കഴിഞ്ഞാൽ വലിയൊരു മല പോലത്തെ പണി കഴിഞ്ഞു. ബാക്കിയുള്ളത് പിന്നെ അങ്ങ് റെഡി ആയിട്ട് പോയിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാൻ ആ ഒരു ഓർഡറിൽ തന്നെയാണ് അധിക ദിവസവും ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ വരാറ്. പിന്നെ പണിയിലൊരു ഓർഡർ കിട്ടാത്തവർക്ക്, പെട്ടെന്ന് പണികൾ തീരാത്തവർക്ക്, അങ്ങനെയുള്ളവരുണ്ടെങ്കിലേ അവരൊരു ഓർഡറിൽ ചെയ്തു നോക്കട്ടെ. ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾ ഒരു ഓർഡറിൽ തന്നെ ചെയ്തു. അപ്പോൾ നമ്മളെ മൈൻഡിലേക്ക് അതിങ്ങനെ പതിയും. എന്നിട്ട് പിന്നെ അതൊരു സ്പീഡായിട്ട് വരും കേട്ടോ. അങ്ങനെ നമുക്ക് എളുപ്പത്തിൽ പണി തീർക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഇതാ ഞാൻ രാവിലെ തന്നെ കിച്ചണെല്ലാം ക്ലീനാണ് കേട്ടോ. നമ്മൾ കുക്കിംഗ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് കിച്ചണിൽ വലിയ ഒന്നുമില്ല. കൗണ്ടർ ടോപ്പൊക്കെ ഞാൻ രാവിലെ തന്നെ ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതാ മൊത്തം ഒന്ന് ക്ലീനാക്കി ജസ്റ്റ് ഒന്ന് തുടച്ചിടാനുണ്ടായിരുന്നു. അത് കഴിഞ്ഞു. ഇപ്പോൾ ഇതാ സമയം 10:15 കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞില്ലേ ഫ്രീ ടൈം കിട്ടുന്ന ഇങ്ങനെയൊക്കെ ആകുമ്പോഴാണ് നമുക്ക് ഫ്രീ ടൈം കിട്ടുക. അപ്പോൾ ഞാൻ പുറത്തെനിക്ക് ചെടിയിൽ കുറച്ച് പണിയുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഞാൻ ഇന്ന ദിവസം ഇന്ന സമയം ഒന്നൊന്നുമില്ല കേട്ടോ. എനിക്ക് ഫ്രീ ആയിട്ട് തോന്നുന്ന സമയത്ത്, ഒരു മൂഡ് തോന്നുന്ന സമയത്ത് പ്ലാന്റൊക്കെ ശരിയാക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മളെ ബോഗൺവില്ല പ്ലാന്റ് ഇല്ലേ, അത് നമ്മൾ ഈ ഒരു സമയത്താണ് കേട്ടോ കട്ട് ചെയ്ത് കൊടുക്കുക. നമ്മൾ ഈ സമയത്താണ് കട്ട് ചെയ്ത് കൊടുക്കുക എന്ന് വെച്ചാൽ ഇതിപ്പോൾ ഇങ്ങനെ ലീഫായിട്ടുണ്ടാവും, ഇങ്ങനെ ഭയങ്കരമായിട്ട് ലീഫായിട്ടൊക്കെ വന്നിട്ടുണ്ടാവും കേട്ടോ. ഇതിപ്പോൾ ഏറ്റവും ചെറുതാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു സമയത്ത് ഇതിങ്ങനെ കുറ്റിയായിട്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കും കേട്ടോ. എന്നിട്ട് അതിന് ഈ മഴയൊക്കെ പോയിട്ട് എന്നിട്ട് തണലത്തേക്ക് വെക്കണം കേട്ടോ. നമ്മൾ മഴ കൊള്ളാത്ത ഏരിയയിലേക്ക് വെക്കണം. അപ്പോൾ നമ്മൾ ഇനി നമ്മൾ എടുക്കുന്ന സമയമാകുമ്പോഴത്തേക്കും, വെയിലൊക്കെ വരാനാകുമ്പോഴത്തേക്കും നന്നായിട്ട് ഇങ്ങനെ ഇതിലേക്ക് പുതിയ ബ്രാഞ്ചസ് ഒക്കെ വന്നിട്ട് അതിൽ നന്നായിട്ട് പൂവൊക്കെ വരും കേട്ടോ. അപ്പോൾ നമ്മൾ അങ്ങനെ ഇങ്ങനെ ഇതന്നെ ഇങ്ങനെ നിലനിർത്തുകയാണെങ്കിൽ പൂ വരും, പക്ഷേ വല്ലാണ്ട് വരില്ല, കുറയും, അതിൻ്റെ പകുതിയായിട്ടേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ നമ്മളെല്ലാ സീസണിലും നമ്മളിങ്ങനെ എല്ലാ കൊല്ലവും നമ്മളിങ്ങനെ ചെയ്ത് കൊടുക്കണം. ഇത് വേണ്ട, ഞാൻ അടുപ്പിച്ചിങ്ങനെ വെട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് കരിഞ്ഞൊന്നും പോകില്ല കേട്ടോ. പുതിയ ബ്രാഞ്ചസൊക്കെ നന്നായിട്ട് വരാൻ സഹായിക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഞാൻ ഇന്നിപ്പോൾ റഫീഖ് എനിക്ക് രാവിലെ ഒരു 5-8 ചട്ടി ഇവിടെ കൊണ്ടുവച്ച് വന്നു കേട്ടോ. ഇപ്പുറത്തെ ഭാഗത്ത്, നമ്മൾ അപ്പുറത്തെ ഭാഗത്തല്ലേ ഇത് പ്ലാന്റ് വെച്ചിട്ടുള്ളത്, ഭയങ്കര വെയിറ്റാണ് കേട്ടോ, നനഞ്ഞിരിക്കുമല്ലേ. അപ്പോൾ റഫീഖ് കൊണ്ടുവച്ച് തന്നതാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ശരിയാക്കുന്നതെന്ന് മാത്രം. അങ്ങനെ മൊത്തം കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ഇനിയിപ്പോൾ അതിന് ശേഷം മണ്ണൊക്കെ ഒന്ന് ഇളക്കി നമ്മൾ ഒരു സമയത്ത് ചില സീസണിൽ നമ്മളിങ്ങനെ ഇതിൻ്റെ ഈ പ്ലാന്റ് തന്നെ പുറത്തേക്ക് എടുത്തിട്ട് റൂട്ടെല്ലാം ഒരുപാടുണ്ടാവും ചിലപ്പം. അപ്പോൾ അത് റൂട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുത്തിട്ട് മണ്ണൊക്കെ മാറ്റി വേറെ മണ്ണിൽ വളമൊക്കെ കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കലുണ്ട്. ഇപ്രാവശ്യം നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ചെയ്തതുകൊണ്ട് ഇപ്രാവശ്യം ചെയ്യുന്നില്ല. മണ്ണൊക്കെ ഒന്ന് ഞാൻ നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് കമ്പോസ്റ്റോ ചാണകപ്പൊടിയോ എല്ലുപൊടിയോ എന്തെങ്കിലും മണ്ണ് കുറച്ച് മുകളിൽ നിന്ന് എടുത്തിട്ട് അത് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് മണ്ണെണ്ണ ഇടുകയാണ് ചെയ്യുക. ഇപ്പം എനിക്ക് വളം റെഡി ആയിട്ടില്ല, അതുകൊണ്ട് ഞാൻ വളം ഇട്ട് കൊടുത്തിട്ടില്ല. നന്നായിട്ടൊന്ന് ഇളക്കിയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി അത് മാറ്റിയിട്ട് കുറച്ച് വളം ഇട്ടിട്ട് ജസ്റ്റ് ഒന്നുകൂടെ മണ്ണിട്ട് കൊടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇത്രയും പ്ലാന്റ് ഞാനൊന്ന് ശരിയാക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത് കണ്ട ഇതുപോലെ ഒന്ന് ട്രിം ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അത് നന്നായിട്ട് പുതിയ ബ്രാഞ്ചസൊക്കെ വന്നോളൂ. ആ ഒരു സമയമാകുമ്പോഴത്തേക്കും കുറച്ച് അകത്തി വെച്ച് കൊടുക്കണം കേട്ടോ. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ അത് ബ്രാഞ്ചസൊക്കെ വരാൻ തുടങ്ങുമ്പോഴത്തേക്കും കുറച്ച് അകത്തിയൊക്കെ വെച്ച് കൊടുക്കണം. ഞാനിപ്പോൾ മഴ അധികം തട്ടണ്ടെന്ന് വിചാരിച്ചിട്ട് ആ ഒരു ഏരിയയിലേക്ക് വെച്ച് കൊടുത്തു എന്നേ ഉള്ളൂ. ഇനിയിപ്പോൾ ആന്തൂറിയത്തിലും നമ്മൾ എപ്പോഴും അല്ല, വല്ലപ്പോഴും ഒന്ന് ശ്രദ്ധിക്കണം. ഞാനിങ്ങനെ വല്ലപ്പോഴും വന്നിട്ട് ഇങ്ങനെ എന്താ പറയുക, അതിലിങ്ങനെ പൂ വന്നിട്ടുണ്ടാവില്ലേ, ആ പൂ വന്നിട്ട് കരിഞ്ഞു പോയിട്ടുള്ള അതിൻ്റെ ഇങ്ങനെ തണ്ടിങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് മാറ്റി കൊടുക്കും. അതുപോലെ കുറേ ലീഫായിട്ടുണ്ടെങ്കിൽ അത് കട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഒരുപാട് ലീഫ് നിർത്തരുത്. ലീഫ് ഒരുപാട് നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് പൂ വരുന്നത് കുറയും. ഇതിപ്പോൾ എൻ്റെത് അങ്ങനെ അത് ശ്രദ്ധിക്കാനായിട്ടില്ല. കാര്യം നമ്മൾ പുതിയത് വെച്ച് കൊടുത്താണല്ലോ, അതുകൊണ്ട് ലീഫൊക്കെ ആയി വരുന്നതേ ഉള്ളൂ കേട്ടോ. അത് കണ്ടല്ലോ, പൂവുണ്ട്, ലീഫ് ഇങ്ങനെ 3-4 ലീഫൊക്കെ ഒന്നിൽ വന്നിട്ടുള്ളൂ. കൂടുതൽ ലീഫ് തിങ്ങി നിൽക്കുമ്പോൾ കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നിങ്ങൾ വെറും ചകിരിച്ചോറിൽ വെച്ച് കൊടുക്കുക കേട്ടോ. ചകിരിച്ചോറോ ചകിരി കട്ട് ചെയ്തതോലോ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പോഴാണ് നമ്മൾ ആന്തൂറി നന്നായിട്ട് ഫ്ലവർ വരിക. അത് ചീഞ്ഞു പോവുക അങ്ങനെ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. 1 പിടി 2 പിടിയൊക്കെ മണ്ണ് നമ്മളതിൻ്റെ റൂട്ടിൻ്റെ അടുത്തേക്ക് വെച്ച് കൊടുത്താൽ മതി. ബാക്കി ഫുൾ ചകിരി ഇങ്ങനെ കട്ട് ചെയ്ത് ഇട്ട് കൊടുത്താൽ. അതൊക്കെ ഞാൻ മുന്നേ ഒരുപാട് കാണിച്ചിട്ടുണ്ട്. ഇനി എനിക്ക് പ്ലാന്റ് മാറ്റാനുണ്ട്, അത് ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോയിൽ കാണിക്കാം കേട്ടോ. നിങ്ങൾ പ്ലാന്റ് കെയറിങ് ആന്തൂറിയം പ്ലാന്റ് കെയറിങ് ജംഷി റെസിപ്പീസ് പ്ലസ് ആന്തൂറിയം പ്ലാന്റ് കെയറിങ് എന്നൊക്കെ സെർച്ച് ചെയ്ത് നോക്കിട്ടോ. നിങ്ങൾക്ക് ആ വീഡിയോ കാണാൻ വേണ്ടി പറ്റും. വ്ളോഗിലാണേ.
അപ്പോൾ അതിന് ശേഷം ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഇനി വൈകുന്നേരത്തേക്കുള്ള കുറച്ച് ഒന്ന് റെഡിയാക്കി വെക്കലാണ്. അപ്പോൾ ഞാനിന്ന് ഒരു അടിപൊളി നമുക്ക് പാർട്ടിയിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുള്ള ചിക്കൻ റെസിപ്പി കാണിക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ മഹാറാണി എന്നാണ് പേര്. അപ്പോൾ അത് കാണിക്കുന്നുണ്ട്. സൂപ്പർ റിച്ച് കറിയാണ് കേട്ടോ, ഒരു ഗ്രേവിയാണ്. അതിലേക്കായിട്ട് കുറച്ച് ഒരു 5-6 കാഷ്യൂനട്ട്, അതുപോലെ തന്നെ 5-6 നമ്മുടെ ബദാം അതും കൂടെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ അത് ഞാൻ നന്നായിട്ട് കുതിർന്നാൽ നല്ലതല്ലേ, പെട്ടെന്ന് പേസ്റ്റ് ആയി കിട്ടുമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് പച്ചവെള്ളത്തിൽ അതിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ആ സമയത്താണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത് വെച്ചാൽ ഒരു 10 മിനിറ്റ് ചൂടുവെള്ളത്തിൽ ഇട്ട് കൊടുത്താലും മതി കേട്ടോ. ഇനിയിപ്പോൾ ചിക്കൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കുള്ള ചിക്കനും കൂടെ ഞാൻ നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊന്ന് എടുത്തിട്ട് കട്ട് ചെയ്ത് റെഡിയാക്കട്ടെ. ഇതിപ്പോൾ നമ്മൾ ഗ്രില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന ചിക്കനാട്ടോ. അപ്പോൾ ഇങ്ങനെ വലുതാണ്, ഒരു ചിക്കൻ 4 പീസാക്കിയിട്ടുള്ള അങ്ങനെയാട്ടോ ഉള്ളത്. അപ്പോൾ അതൊന്നൊരു മീഡിയം പീസ്, നമ്മൾ ബിരിയാണിക്കൊക്കെ എടുക്കൂലേ, ഭയങ്കര വലിയ പീസല്ല, ഒരു മീഡിയം പീസായിട്ട് എല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കട്ടെ. അപ്പോൾ നമുക്ക് ചിലരെല്ലാം എന്നോട് പേഴ്സണലായിട്ട് ചോദിക്കുന്നുണ്ട് കേട്ടോ, ജംഷി എങ്ങനെയാണ് എനർജറ്റിക് ആയിട്ടിരിക്കണേ, എന്നും ഹാപ്പി ആയിട്ടിരിക്കണമെന്ന് കേട്ടോ. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അവരവരെ ഫീലിങ്സും കാര്യങ്ങളൊക്കെ ഓരോന്ന് പറയും. പക്ഷേ ഇതിനെല്ലാം കൂടെ സൊല്യൂഷനായിട്ട് ഞാനൊരു കാര്യം പറഞ്ഞുതരാം. നമ്മളെ ജീവിത സാഹചര്യങ്ങളൊക്കെ അനുസരിച്ച്, നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾക്കനുസരിച്ച് നമ്മൾ ഹാപ്പിനെസ് കണ്ടെത്തണം കേട്ടോ. നമുക്ക് ആരും സന്തോഷം കൊണ്ടെത്തില്ല, നമ്മൾ തന്നെ കണ്ടുപിടിക്കുക. നമ്മളെ മനസ്സിൽ നിന്ന് നമ്മൾ തന്നെ കണ്ടെത്തേണ്ടതാണ് കേട്ടോ. അത് നമ്മൾ തന്നെ സ്വയം ഉണ്ടാക്കേണ്ടതാണ്. നമ്മുടെ വീട്ടിലായാലും നമ്മൾ ഒരാൾ ഉണ്ടാക്കിയെടുത്താൽ ബാക്കിയുള്ളവർക്കും ആ ഒരു ഇത് കിട്ടും കേട്ടോ. അപ്പം അങ്ങനെ ഒരു എന്താ പറയുക, ഒരു കൂട്ടത്തിലുള്ള ഒരു വർക്ക് അതും വേണം നമ്മൾ വീട്ടിലുള്ള എല്ലാവരും. പിന്നെ നമ്മൾ അതൊന്നും റെഡിയാകുന്നുണ്ടെങ്കിൽ നമ്മൾ സന്തോഷം കണ്ടെത്താവുന്നതല്ലേ ഉള്ളൂ. ഇഷ്ടമുള്ള ഫുഡ് ഉണ്ടാക്കുക. നമുക്ക് ഇനിയിപ്പം ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് അങ്ങനെ ഒരു പുറത്തു പോകാനൊക്കെ ഒന്നും റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ, അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ച് ഓരോന്നും നമുക്ക് ചിന്തിക്കാൻ പറ്റും കേട്ടോ. എന്താ പറയുക, ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് പുറത്ത് പോകാം, ഇനി ഒറ്റയ്ക്ക് പുറത്ത് പോകണമെങ്കിൽ അങ്ങനെ പോവാം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പറയാം. അപ്പം നമ്മൾ ചിക്കനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് എൻ്റെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ അസർ നമസ്കാരത്തിന് ശേഷമാണ് കിച്ചണിലേക്ക് വന്നിട്ടുള്ളത്. അസർ നമസ്കാരം തന്നെ ഇപ്പോൾ ഇന്നൊരു 5 മണി 4:45 ആയിട്ടുണ്ട് കേട്ടോ. 5 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ ഇന്നത്തെ ഫുഡ് ഉണ്ടാക്കണം. അപ്പോൾ ഞാനിന്ന് റൈസ് തന്നെയാട്ടോ ഉണ്ടാക്കുന്നത്, കടിയൊന്നും ഉണ്ടാക്കുന്നില്ല എന്ന് വിചാരിച്ചു. നോമ്പൊക്കെ ആകുമ്പോൾ അതാണ് എനിക്കൊന്നും കൂടി എളുപ്പം കേട്ടോ. പത്തിരിയൊന്നും ചുട്ട് നിൽക്കണ്ടെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ റമദാനിൽ നമ്മളിങ്ങനെ എന്തായാലും ഉണ്ടാക്കുമല്ലോ. അപ്പോൾ ഇതിപ്പോൾ എന്തായാലും രാവിലെയൊക്കെ പത്തിരി പുട്ട് എല്ലാം ഉണ്ടാക്കുന്നതല്ലേ, അപ്പോൾ അങ്ങനെ പൂതിയൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ റൈസ് തന്നെ പ്രിഫർ ചെയ്യുന്നു ഇന്നും. അപ്പോൾ നമ്മളെ ചിക്കൻ മഹാറാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ നന്നായിട്ട് വെള്ളം പോകണം കേട്ടോ. എന്നിട്ട് എടുത്ത ചിക്കനാണ് ഇത്. 1 കിലോ ചിക്കനുണ്ട്. അതിലേക്ക് 1 കപ്പ് തൈര്, പുളിയില്ലാത്ത തൈര് എടുക്കുക. 1 കപ്പ്, ഞാൻ 2 കപ്പ് ചേർത്തത് 1/2 കപ്പളവാണ് കേട്ടോ. 1 ഗ്ലാസ്സോ 1 കപ്പൊക്കെ എടുത്താൽ മതി കേട്ടോ. കപ്പളവ് എന്ന് പറയുമ്പോൾ നിങ്ങളൊരു ഗ്ലാസ്സിന് എടുത്താലും മതി. അപ്പോൾ 1 കപ്പ് ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ ക്രഷ് ചെയ്ത കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒന്നും കൂടുതലായി പോകരുത്. ഇത് ചെറിയ സ്പൂണാണ്, അതുകൊണ്ടാണ് ഞാൻ ഫുള്ളായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. 1/2 ടീസ്പൂണെല്ലാം ചേർത്ത് കൊടുത്താൽ മതി. ചിക്കൻ കൂടുതലുള്ളതിനനുസരിച്ച് മസാല കൂട്ടി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചിക്കനിലേക്കുള്ള ഉപ്പാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഒരു 1/2 ലെമൺ ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾക്ക് ഓപ്ഷനിലാണ്. ചെറിയൊരു പുളിപ്പ് എവിടെയോ കിട്ടും കേട്ടോ. അത് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം നിങ്ങൾക്ക്. ഇനിയിപ്പോൾ അപ്പോൾ ഒന്നുകൂടെ എന്ന് പറഞ്ഞാൽ പിന്നെ കുഴപ്പമൊന്നുമില്ല. നമ്മൾ തൈര് ചേർക്കുമ്പോൾ തന്നെ ചിക്കൻ നല്ല സോഫ്റ്റ്, നല്ല ജ്യൂസി ആയിക്കോളും. അതിൻ്റെ ഉൾഭാഗമൊക്കെ കേട്ടോ. മസാലയൊക്കെ പിടിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് നമുക്കിതൊരു 1 മണിക്കൂർ, സമയമുണ്ടെങ്കിൽ 2 മണിക്കൂറൊക്കെ വെച്ചാട്ടോ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചോ. 1 മണിക്കൂറൊക്കെ ആണെങ്കിൽ പുറത്ത് തന്നെ വെച്ചാൽ മതി. നമ്മൾ ലെമണും എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അതവിടെ മാറ്റി വെച്ചു. ഇനി ഒരു സിമ്പിൾ സ്നാക്ക്, ഞാൻ പറഞ്ഞില്ലേ നമുക്ക് അത്ര സമയമൊന്നുമില്ല, അപ്പോൾ ലാവിഷ് സ്നാക്കൊന്നും ആക്കുന്നില്ല. എൻ്റെ കയ്യിലുള്ള ഐറ്റംസ് വെച്ചിട്ടാണ് ഞാനിന്ന് ചെയ്യുന്നത്. നിങ്ങൾക്കിത് ഒരു സിമ്പിളാണ്. കുട്ടികൾക്ക് വൈകുന്നേരം വരുമ്പോഴോ അല്ലെങ്കിൽ അവരെ സ്നാക്സ് ബോക്സിലൊക്കെ കൊടുത്തു വിടാം കേട്ടോ. ഞാനൊരു 3 എഗ്ഗ് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെജീസും കൂടെ എടുത്തിട്ടുണ്ട്. 1 പച്ചമുളക് കേട്ടോ. 1 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുട്ടികൾ കഴിക്കുന്നതിനനുസരിച്ച് എടുക്കുക കേട്ടോ. ഇതൊക്കെ ഇനിയിപ്പോൾ കഴിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ പച്ചമുളക് നിങ്ങൾക്ക് അവോയ്ഡ് ചെയ്യുക. ചെറിയൊരു ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വലിയ സവാളേൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. 1 തക്കാളീൻ്റെ പകുതി എടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞ് ക്യാപ്സിക്കത്തിൻ്റെ പകുതി കേട്ടോ. ഇതൊക്കെ നിങ്ങളുടെ കയ്യിലുള്ള ഐറ്റംസ് എടുത്താൽ മതി, ഇല്ലെങ്കിൽ ക്യാപ്സിക്കൊന്നും എടുക്കേണ്ട കാര്യമില്ല. ഇനി ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 ടീസ്പൂൺ മുളക് പൊടി, എരിവിനല്ലാട്ടോ, ഒരു കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഈ എഗ്ഗിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് അതും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ എഗ്ഗ് കൂട്ടിയെടുക്കാം. വേണ്ട ഇത്രയും വേണ്ട എന്നുള്ളതാണെങ്കിൽ എഗ്ഗ് കുറച്ച് കൊടുക്കുക കേട്ടോ. അതൊക്കെ നിങ്ങളിഷ്ടം. വെജിറ്റബിൾസും എല്ലാം നിങ്ങളിഷ്ടം. ഈ ഒരു ഗ്രേവി ടൈപ്പ് ആയിരിക്കണം കേട്ടോ. അപ്പോഴാണ് നമുക്ക് കറക്റ്റായിട്ട് ഒഴിക്കാൻ വേണ്ടിയിട്ട് പറ്റുക. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. സ്നാക്സിന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ സമയം ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ എടുക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇനി 2 വലിയ സവാള ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി ഇത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരാം. നമ്മളിപ്പോൾ ഉപ്പൊന്നും ചേർത്ത് കൊടുക്കരുത്, കാരണം നമ്മൾ ചിക്കനിലേക്ക് ഓൾറെഡി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കിയിട്ട് ഇനി ചേർത്ത് കൊടുക്കാവൂ. അപ്പോൾ സവാള നല്ല സോഫ്റ്റ് ആയിട്ട് വരട്ടെ. ആ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ഒരു മസാല ഉണ്ടാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മസാല നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കണം ഇതെല്ലാം കൂടെ. അപ്പോൾ ഒരു 2 ടീസ്പൂൺ മല്ലി, മുഴുവൻ മല്ലിയില്ലേ, അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 കിലോ ചിക്കനിലേക്കുള്ള അളവാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ 1/2 കിലോ ആണെങ്കിൽ എല്ലാം പകുതി എടുക്കുക കേട്ടോ. 1 ടീസ്പൂൺ വലിയ ജീരകം എടുത്തിട്ടുണ്ട്. ഒരു 4 ഉണക്കമുളക് കേട്ടോ. ഇതൊന്നും കൂടുതലായി പോകരുത്, നമ്മൾ ചിക്കൻ്റെ കളറേ ചേഞ്ച് ആയി പോകും കേട്ടോ. അപ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ ഇതാ ഒരു 8 വരെ ഏലക്ക എടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊന്ന് എണ്ണയൊന്നും ചേർക്കാതെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക, ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ. എന്നിട്ട് മിക്സിയുടെ ജാറിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഫൈനായിട്ട് പൊടിയരുത്, ഒന്ന് ക്രഷ് ആയാൽ മതി. ഞാനത് കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾക്ക് ഫൈനായിട്ട് പൊടിച്ചെടുക്കരുത്. ഇനിയിപ്പോൾ ഇതാ മുഹറം 10 അപ്പോൾ എനിക്കൊരു സ്വീറ്റ് ഉണ്ടാക്കണം എന്നുണ്ടായി. എന്നാൽ ഞാനൊരു പായസം അങ്ങനെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നില്ല കേട്ടോ. അപ്പോൾ ഒരു സ്വീറ്റായിട്ട് ഞാൻ വിചാരിച്ചു നമ്മുടെ പാൽവാഴക്കല്ല അതുണ്ടാക്കാമെന്ന്. അപ്പോൾ കുറച്ച് പാലും വെള്ളവും കൂടെ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ട് അത് തിളച്ച് വരട്ടെ. സാബൂനരി എൻ്റെ കൈപ്പിടിക്ക് ഒരു 3 കൈപ്പിടി ഇട്ടാൽ അത്രയും ഇട്ടിട്ട് ഞാനൊരു 10 മിനിറ്റ് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടേ. അപ്പോൾ ഇതാ പാലൊക്കെ തിളച്ച് വരട്ടെ. ആ ഒരു സമയം നമ്മളെ സവാള എല്ലാം നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ചിക്കനില്ലേ ആ ഗ്രേവിയോട് കൂടിയിട്ട് മൊത്തം ഗ്രേവിയോട് കൂടിയിട്ട് ആ ചിക്കൻ അങ്ങ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഹൈ ഫ്ലെയിമിൽ 2 മിനിറ്റ് ഇട്ട് കൊടുക്കുക കേട്ടോ. നമ്മൾ ഇളക്കുമ്പോൾ തന്നെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അതെന്തിനാണെന്ന് വെച്ചാൽ ആ ചിക്കനിലുള്ള അതിലുള്ള വെള്ളമൊക്കെ അങ്ങ് ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. പെട്ടെന്ന് തന്നെ വെള്ളമൊക്കെ വന്നിട്ട് ഞാൻ കാണിച്ചു തരാം. ആ രീതിയിലേക്ക് വരും. 2 മിനിറ്റ് കേട്ടോ ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ പാൽ അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ പാല് തിളക്കാനായിട്ടുണ്ട്. ആ ഒരു സമയം നമ്മൾ കുതിരാൻ വെച്ചിട്ട് 10 മിനിറ്റ് കുതിരാൻ വെച്ചാൽ മതി. 10-15 മിനിറ്റ് അതെടുത്തിട്ട് സാബൂനരി നമ്മൾ സാഗോ റൈസ് കേട്ടോ, ചിലർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവില്ല, അതാ പറഞ്ഞേ. അപ്പോൾ അത് ചേർത്ത് കൊടുത്തു. ഇനി ഇത് തിളച്ച് വന്നതിന് ശേഷം ഞാൻ ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കും. ഇതിൻ്റെ കൂടെ നമ്മൾ നിൽക്കുകയൊന്നും വേണ്ട, ഇടയ്ക്കൊന്ന് അടി ഒന്ന് ചേർത്ത് ഇളക്കി കൊടുത്താൽ മതി. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയൊന്നും വേണ്ട കേട്ടോ. അതൊരു ഗ്ലാസ് പരുവാവും കേട്ടോ ആ ഒരു സാബൂനരി. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ 2 മിനിറ്റിന് ശേഷം ഞാൻ ചിക്കൻ ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ചു വെച്ചിട്ട് ഒരു 12 മിനിറ്റ് അങ്ങനെ തന്നെ അത് കുക്കായിട്ട് വരട്ടെ. ഇനിയിപ്പോൾ അത് നമ്മൾ കാഷ്യൂനട്ടില്ലേ, ഞാനിപ്പോൾ ഒരു 10 കാഷ്യൂനട്ടും 10 ബദാമും എടുത്തിട്ട്, ബദാം തൊലി കളഞ്ഞിട്ട് വേണം കേട്ടോ. വെള്ളത്തിൽ നിന്ന് എടുത്തിട്ട് കുതിർന്നതിന് ശേഷം തൊലി കളഞ്ഞിട്ട് എടുക്കാം. അതിലേക്കൊരു 4 പച്ചമുളക് അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒന്ന് ക്രഷ് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ച് വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളെ ചിക്കൻ റെഡി ആയിട്ട് വരട്ടെ, എന്നിട്ട് നമുക്കത് ആവശ്യമുള്ളൂ. അപ്പോൾ ഇതാ ഇന്നത്തെ സ്നാക്കിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രെഡ് ഇതുപോലെ ഒന്ന്, നമുക്ക് ആവശ്യമുള്ളത് ഈ റൗണ്ടല്ല കേട്ടോ, ആ ഒരു സ്ക്വയറാണ് ബ്രെഡിൻ്റെ ആ വക്കാണ് നമുക്ക് ആവശ്യമുള്ളത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഈ റൗണ്ട് കൊണ്ടാണ് ഉണ്ടാക്കിയത്. അപ്പോൾ ഈ റൗണ്ട് കളയൊന്നും വേണ്ട കേട്ടോ. ഒന്നുകിൽ നിങ്ങൾക്ക് ബ്രെഡ് ക്രംസ് ആക്കാം, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ ദിവസം കാണിച്ചു തന്നില്ലേ, അപ്പോൾ അത് ഏത് മസാല വെച്ചിട്ടാണ് നമുക്കത് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ വേസ്റ്റ് ആക്കിയിട്ട് കളയണ്ട. ഈ സമയം ഇല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് ആക്കിയിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതാ നമ്മൾ റെഡിയാക്കി വെച്ചു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കുറച്ച് സമയമുണ്ട്, ചിക്കൻ വെന്ത് വരണം, സാബൂനരിയും വെന്ത് വരണം. അപ്പോൾ ഞാൻ അതുവരെയുള്ള പാത്രങ്ങളൊന്ന് കഴുകിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുക്കിംഗ് വർക്ക് ഏരിയയിൽ വെച്ചിട്ടാണ്. ചിലർ പറയലുണ്ട് ജംഷി വർക്ക് ഏരിയയിൽ വെച്ചിട്ട് കുക്ക് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഞാൻ അവിടെയും ഇവിടെയും കൂടെ കുക്ക് ചെയ്യുന്നത് കേട്ടോ. പിന്നെ എന്ന് വെച്ചാൽ അപ്പുറത്ത് എനിക്ക് കുറച്ചുകൂടെ വെളിച്ചം കിട്ടും. നിങ്ങൾക്ക് വീഡിയോയിൽ മനസ്സിലാകുന്നുണ്ടാവും. വൈറ്റ് കിച്ചണാകുമ്പോൾ അപ്പുറത്താകുമ്പോൾ ഒന്നുകൂടെ ലൈറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് കൂടുതലും ഞാൻ അവിടുന്ന് കുക്കിംഗ് അതായത് വ്ലോഗ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ ആകുമ്പോൾ കുറച്ച് കുറയും. പിന്നെ ഒന്നാമത് മഴയും കൂടെ ആകുമ്പോൾ ഇരുണ്ട മഴയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വരുമ്പോൾ ഒന്നുകൂടെ ലൈറ്റ് കുറയും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് കൂടുതലും കുക്ക് ചെയ്യുന്നത്. പിന്നെ ഞാൻ ഒരു കിച്ചണിൽ കുക്ക് ചെയ്യുകയാണെങ്കിൽ ഒരു കിച്ചൺ അങ്ങനെ തന്നെ വെക്കും, ഒന്നും വൃത്തികേടാക്കുക ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് എപ്പോഴായാലും ഒരു കിച്ചണേ ഞാൻ യൂസ് ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ അതും വൃത്തികേടാവുള്ളൂ. അപ്പോൾ പിന്നെ അങ്ങനെ ഒരു എല്ലാ കിച്ചണും പരന്നു പോകുന്ന ആ ഒരു സീൻ ഉണ്ടാവലില്ല. അപ്പോൾ ഇത് ആ ഒരു സമയം കൊണ്ട് നമ്മൾ ചിക്കനൊക്കെ നല്ല കറക്റ്റായിട്ട് കുക്ക് ചെയ്ത് പോകാറുണ്ട്. ഒരു 12 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇനി ഇതാ നമ്മൾ ആ ഒരു പേസ്റ്റ് എടുത്തില്ലേ, കാഷ്യൂനട്ട് പേസ്റ്റ് ഇല്ലേ, അത് ഇതാ ചേർത്ത് കൊടുത്തിട്ട് മുഴുവനായിട്ട്. വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ഈ ഒരു സമയത്ത്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം, നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം.
അപ്പോൾ ഇതാ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ആ മസാലപ്പൊടിയില്ല നമ്മളിതാ ഇതുപോലെ ക്രഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ, ഫൈനായിട്ട് പൊടിയരുത് കേട്ടോ. അങ്ങനെയാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത്. ഞാൻ എടുത്ത മുഴുവൻ മസാലയും ഞാൻ ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും വേണം കേട്ടോ ഇതിലേക്ക്. അപ്പോൾ ഈ ഒരു മസാലയാണ് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ കളറും ടെക്സ്ചറൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒരു നമ്മൾ മുളക് പൊടി കാര്യങ്ങളൊന്നും ഇടുന്നില്ല, അപ്പോൾ ഈ ഒരു കളർ അതിന് വരുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ ഇതാ ഞാനൊരു ഒന്നുകൂടി ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ, കൂടിപ്പോവരുതേ, 1/4 ടീസ്പൂൺ ഗരം മസാല, ബിരിയാണി മസാല ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു 1/2 കപ്പ് ഫ്രഷ് ക്രീമില്ലേ അതും കൂടെ ചേർത്ത് കൊടുത്തു. ഫ്രഷ് ക്രീമിന് പകരം നിങ്ങൾ കട്ടിയുള്ള തേങ്ങാപ്പാൽ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം ഞാൻ ആ ജാറിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് ചേർത്ത് കൊടുത്തു. കാരണം നമുക്കിത് കാഷ്യൂനട്ടൊക്കെ ചേർത്തുകൊണ്ട് ഇത് തിക്കായിട്ട് വരും കേട്ടോ. തിളച്ച് വരുമ്പോൾ അപ്പോൾ കുറച്ചുകൂടെ വെള്ളം നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക, അത് തിക്കായിട്ട് വന്നോളും. ഇനി അത് നന്നായിട്ട് തിളച്ച് ഒരു 3 മിനിറ്റ് കൂടെ കുക്കാകാൻ വേണ്ടിയിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ 12 മിനിറ്റ് ഓൾറെഡി കുക്കാക്കിയിട്ടുള്ളൂ. 15 മിനിറ്റാണ് നമ്മുടെ ചിക്കൻ കുക്കിങ്ങിൻ്റെ ടൈം കേട്ടോ. അപ്പോഴാണ് ചിക്കൻ നല്ല കറക്റ്റായിട്ട് വെന്ത് വരിക. അപ്പോൾ അതവിടെ റെഡി ആകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഫലൂദയിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഒരു 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഏലക്കപ്പൊടി ചേർത്ത് കൊടുത്തു. നന്നായിട്ട് അത് വെന്തതിന് ശേഷം കേട്ടോ, നമ്മൾ സാബൂനരി വെന്തതിന് ശേഷമാണ് ഇതൊക്കെ ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു നേന്ത്രപ്പഴം ചെറുതായിട്ട് കട്ട് ചെയ്ത് ഞാനൊന്ന് വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സെപ്പറേറ്റ് വേവിച്ചെടുത്ത് കുറച്ച് വെള്ളത്തിൽ തിളപ്പിച്ച് വേവിച്ചതാണ്, അത് ചേർത്ത് കൊടുത്തു കേട്ടോ. ഇതിലേക്ക് ഡയറക്റ്റ് ഇട്ടിട്ട് പഴം വേവിച്ചെടുക്കണ്ട കേട്ടോ. അപ്പോൾ ആ ഒരു പഴത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് വരും കേട്ടോ, ഒരു പുളിപ്പ് ടേസ്റ്റ് വരും. ഇതാകുമ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ശരിക്കും നമുക്കൊരു അടപ്രഥമൻ പായസം കഴിക്കുന്ന ഒരു ഫീലും കൂടെ വരും കേട്ടോ. അപ്പോൾ ഞാനൊരു പായസത്തിൻ്റെ ആ ഒരു ടേസ്റ്റ് നമുക്ക് കിട്ടുക വേണമെന്ന് വെച്ചിട്ടാണ് ഇതന്നെ പ്രിഫർ ചെയ്തത്. അപ്പോൾ അത് ഒന്ന് തിളച്ചതിന് ശേഷം ഞാൻ 1-2 ടീസ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്ത് അത് ഓഫാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് റെഡിയാണ്. ഇനിയിപ്പോൾ നമ്മുടെ കറിയും സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഉണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല സെറ്റായിട്ട്. അതിന് ശേഷം 1 ടീസ്പൂൺ കസൂരി മെത്തിയില്ല, അതുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു കറിയിലേക്ക് അത് ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. അതൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുത്തു. അതിനുശേഷം കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ മഹാറാണി സെറ്റാണ്. അപ്പോൾ ഈ ഒരു കറീൻ്റെ ലുക്ക് കൊണ്ട് തന്നെയാണ് കേട്ടോ ഇതിനെ ചിക്കൻ മഹാറാണി എന്ന് വിളിക്കുന്നതും. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര ടേസ്റ്റാണ്. ഇത് എന്തിൻ്റെ കൂടെ എന്ന് വെച്ചാൽ നമ്മൾ അപ്പത്തിൻ്റെ കൂടെ, പൊറോട്ടേൻ്റെ കൂടെ, നാനിൻ്റെ കൂടെ, ബ്രെഡിൻ്റെ കൂടെ, ഇങ്ങനെയൊക്കെ പുളിയായിട്ടാണ്. പിന്നെ ഗീ റൈസിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് കേട്ടോ. വെറുംചോറിൻ്റെ കൂടെ അല്ല കേട്ടോ, ഇങ്ങനത്തതിൻ്റെ കൂടെ വേണം ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ എന്തായാലും മസ്റ്റ് ട്രൈ ആണ് കേട്ടോ അത്. ഇനിയിപ്പോൾ ഇതാ കുറച്ച് ബട്ടറോ ഓയിലോ നെയ്യോ എന്തെങ്കിലും ഒന്ന് ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ബ്രെഡിൻ്റെ പീസ് വെച്ച് കൊടുത്ത് ലോ ഫ്ലെയിമിൽ വേണം നമ്മളിത് ചെയ്തെടുക്കാനേ. ആ ഒരു മിക്സ് ഇല്ലേ അത് ആ ഒരു ഗ്യാപ്പിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. ആ ഒരു എഗ്ഗ് മിക്സ് ഫില്ല് ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങൾക്ക് സ്വീറ്റായിട്ട് വേണമെങ്കിൽ ചെയ്യാം. നേന്ത്രപ്പഴം ഒന്ന് കട്ട് ചെയ്തിട്ടിട്ട് എഗ്ഗിൽ ഇങ്ങനെ ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം കേട്ടോ. മാറ്റി അതൊക്കെ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെ കഴിവിനനുസരിച്ച് ആക്കിയെടുക്കുക. കുറച്ചുകൂടെ 1-2 ഡ്രോപ്പ് നെയ്യോ എന്തെങ്കിലും ഒന്ന് ആക്കി കൊടുക്കുക. അപ്പോൾ ഇതാ ഒന്ന് അടച്ച് വെച്ച് കൊടുക്കുക കേട്ടോ. എഗ്ഗ് ഒന്ന് കുക്കായിട്ട് വരണം, അത്രയേ ഉള്ളൂ. എന്നിട്ട് ഇതാ ലോ ഫ്ലെയിം നിങ്ങൾ മറന്നു പോകണ്ട കേട്ടോ, ബ്രെഡ് കരിഞ്ഞു പോവും. തിരിച്ചിട്ട് കൊടുക്കുക. 1 മിനിറ്റ് പോലും വെക്കണ്ട കേട്ടോ, അപ്പോഴത്തേക്കും തിരിച്ചിട്ട് നല്ല റെഡി ആയി കിട്ടും. അപ്പോൾ ഇതാ നമ്മളെ സിമ്പിളായിട്ട് ആൻഡ് ഈസി സ്നാക്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് വൈകുന്നേരം വരുമ്പോഴോ അല്ലെങ്കിൽ അവർക്ക് സ്നാക്കിനൊന്നും ഇല്ല എന്നൊക്കെ തോന്നുമ്പോൾ ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് കൊടുത്തുകൂടാ കേട്ടോ. അവർക്ക് നല്ല ഇഷ്ടപ്പെടും. പെട്ടെന്ന് ഗസ്റ്റൊക്കെ വരുമ്പോൾ ഒരു ചായ മാത്രം കൊടുക്കുമ്പോൾ നമുക്കൊരു മടിയല്ല. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്തെടുത്ത് കൊടുക്കാം കേട്ടോ. പെട്ടെന്നല്ല ഇങ്ങനെ ഒന്നുമില്ല എന്ന് വിചാരിച്ചിരിക്കണ്ട, ഇങ്ങനെയൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതാ നമുക്ക് ഗീ റൈസും കൂടെ ഒന്ന് ആക്കാനുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയിൽ ഞാൻ ജസ്റ്റ് ക്ലീൻ ചെയ്യലും കൂടെ നടക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഇടയിൽ. അപ്പോൾ നമ്മളെല്ലാ പണിയും കൂടെ കഴിയുമ്പോൾ, അതായത് കുക്കിംഗ് എല്ലാം കഴിയുമ്പോൾ കിച്ചൺ വൃത്തികേടായി കിടക്കുമ്പോൾ എന്തോ പറയാം കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു വെക്കും. അപ്പോൾ ഗീ റൈസ് ഒരുപാട് തണുത്ത് പോകണ്ടെന്ന് വിചാരിച്ചാൽ അതിനോട് ടൈം ഏകദേശം ആവാൻ നേരത്തെ ഞാൻ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. റൈസൊക്കെ അങ്ങനെ തന്നെ നമുക്ക് നല്ല ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ബാക്കിയെല്ലാം ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി കുറച്ച് ചായ വെക്കുക, പിന്നെ നമ്മൾ റൈസ് ഗീ റൈസ് അല്ലേ നമ്മൾ ഉണ്ടാക്കുന്നത്, അപ്പോൾ അതും കൂടെ ആക്കാനുള്ളൂ കേട്ടോ. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഗീ റൈസ് ഏത് റൈസ് കൊണ്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഇന്ന് അടുപ്പത്താണ് കേട്ടോ വെച്ചോളൂ. ഞാൻ കുക്കറിൽ ചെയ്യുന്നത് മുമ്പേ ചെയ്തിട്ടുണ്ട് കേട്ടോ, അത് വേണേൽ നിങ്ങൾ കണ്ടു നോക്കാം. അപ്പോൾ ഇതാ ഞാനൊരു പോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനിപ്പോൾ ഓയിലും ഗീയും കൂടെയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒരിക്കലും എടുക്കരുത് കേട്ടോ. നമ്മൾ ബിരിയാണി റൈസ് ഉണ്ടാക്കുമ്പോഴും നെയ്ച്ചോറൊന്നും വെക്കുമ്പോഴും ഓയിലാണ് നമ്മൾ എടുക്കേണ്ടത്, സൺഫ്ലവർ ഓയിൽ. അത് നിങ്ങൾക്ക് സാധാ ഓയിലൊക്കെ യൂസ് ചെയ്യാം. ഇനി ഇതാ ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഗീ ഇതാ 6 kg ഗീ വേണം കേട്ടോ നിങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട്. മറ്റേതിലും ചെയ്യാം, പക്ഷേ ഒന്നുകൂടി ടേസ്റ്റ് കൂടാനുള്ള കാര്യങ്ങളാട്ടോ ഞാൻ പറയുന്നത്. 6 kg ഗീ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. 1-2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്തോളാം. ഇത് രണ്ടും മിക്സ് ആയിട്ട് വരണം. ഓയിലിൻ്റെ ടേസ്റ്റ് ഒന്നല്ല നമുക്ക് വരിക കേട്ടോ, ആ നെയ്യിൻ്റെ ടേസ്റ്റ് അവർ
ഓയിൽ ചേർക്കുമ്പോൾ റൈസ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും. ഇനി ഞാൻ 1/2 കിലോ റൈസാണ് ഉണ്ടാക്കുന്നത്. അതിലേക്ക് 2 ഏലക്ക, 2 ഗ്രാമ്പു, 1 കഷ്ണം പട്ട, ഒരു പിഞ്ച് വലിയ ജീരകം ഇത്ര ഇട്ടൊന്ന് പൊട്ടി വന്നതിന് ശേഷം ഒരു 1/4 സവാള, പകുതിയൊന്നും വേണ്ട കേട്ടോ, ഒരു സവാളൻ്റെ അത്രയും എടുത്തിട്ട് കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്ത് കൊടുക്കും. ഇത് ഓപ്ഷണലാണ്. സവാളയും കറിവേപ്പിലും ഞാൻ ചേർത്ത് കൊടുക്കും. സവാളയും ക്യാരറ്റൊന്നും ഞാൻ ചേർത്ത് കൊടുക്കലില്ല കേട്ടോ സാധാരണ. ഇതിപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ആയിട്ട് കാണിക്കുമ്പോൾ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. ചേർത്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കളർ ചേഞ്ച് ആവാതെ ആ ഒരു വൈറ്റ് കളറിൽ തന്നെ വെള്ളം ഒഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മതി. അപ്പോൾ ഇതാ ഞാൻ അളന്ന് വെച്ച വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ ഏത് റൈസ് നിങ്ങൾ ഗീ റൈസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുക്കുകയാണെങ്കിലും 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം എടുക്കുക കേട്ടോ. ഞാനിപ്പോൾ തിളച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുക. നിങ്ങൾ പച്ചവെള്ളമാണെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. തിളച്ചതിന് ശേഷം അരി ഇട്ടാൽ മതി, അത്രയേ ഉള്ളൂ. അപ്പോൾ അരി നമ്മളെ വെള്ളത്തിലേക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് നല്ല കറക്റ്റായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഞാനിപ്പോൾ കൈമ റൈസ്, ഒരു കുഞ്ഞ് റൈസ് അല്ലേ, 3 മാന് റോസ് എന്നൊക്കെ പറയുന്ന നല്ല സ്മെല്ലുള്ള കുഞ്ഞ്, അതാണ് എടുത്തിട്ടുള്ളത്. അതിന് ഏതരിക്കാണെങ്കിലും നിങ്ങൾ ഈ വെള്ളം എടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഞാനിത് വറക്കുകയോ കഴുകി കുതിരാൻ വേണ്ടി വെക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, കഴുകി ഊറ്റി എടുത്തിട്ടേ ഉള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ അത് അതിലേക്ക് ഒരു 1/2 ലെമൺ പിഴിഞ്ഞൊഴിക്കുക, അല്ലെങ്കിൽ കുറച്ച് 1-2 ടീസ്പൂൺ വിനീഗർ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇത് മൊത്തത്തിലൊന്ന് തിളച്ച് വരട്ടെ, നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുന്നുണ്ട്. തിളച്ച് വന്നതിന് ശേഷം അടച്ച് വെച്ചിട്ട് നമ്മൾ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഈ റൈസിന്, അതായത് കുഞ്ഞ് റൈസല്ലേ ഇതിന് കുക്ക് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഇതിനധികം വെള്ളം വേണ്ടല്ലോ. അതുകൊണ്ട് ഈ ഒരു അളവിൽ ചെയ്യുമ്പോൾ ഹൈ ഫ്ലെയിമിൽ വെള്ളം വറ്റുന്നവരെ നിങ്ങൾ കുക്ക് ചെയ്തെടുക്കുക. എന്നിട്ട് ഒരു കുഴകുഴാൻ ആ ഒരു വെള്ളം വറ്റി എന്നാൽ വറ്റിയിട്ടില്ല ആ ഒരു ടൈം ആവില്ലേ, ആ ഒരു ടൈമിൽ നിങ്ങൾ ലോ ഫ്ലെയിമിലാക്കിയിട്ട് അടച്ച് വെച്ചൊരു 10 മിനിറ്റ്, മാക്സിമം 15 മിനിറ്റ് വെക്കുമ്പോഴത്തേക്കും റൈസ് നല്ല കറക്റ്റായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ടാകും. ഇനി ഇതല്ല, കുറച്ച് വേവുള്ള റൈസാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വെള്ളം ഇത് തന്നെ മതി. പക്ഷേ അരിയും വെള്ളവും തിളച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നിങ്ങൾ വറ്റിച്ചെടുക്കാൻ കേട്ടോ. അതായത് ഞാൻ പറഞ്ഞില്ലേ, വെള്ളം വറ്റിച്ചെടുക്കുന്നത് ഒരു മീഡിയം ഫ്ലെയിമിലേക്ക്, ഹൈ ഫ്ലെയിമിൽ ഇടരുത്, മീഡിയം ഫ്ലെയിമിൽ ആക്കിയിട്ട് എടുക്കുക. എന്നിട്ട് ഈ ഒരു സമയമാകുമ്പോൾ നിങ്ങൾ നോക്കി നോക്കുക. അപ്പോൾ ഇനി ഒരുപാട് വേവാനുണ്ടെങ്കിൽ ഈ ഒരു ടൈമിൽ നിങ്ങൾ ലോ ഫ്ലെയിമിൽ ആക്കി കൊടുക്കുക, വറ്റി കറക്റ്റ് വേവുന്നത് വരെ. അല്ല, ഏകദേശം വെന്തെന്ന് നിങ്ങൾക്ക് തോന്നുന്ന സമയത്താണെങ്കിൽ നിങ്ങൾ തീ കൂട്ടിയിട്ട് വെള്ളം വറ്റിയതിന് ശേഷം ലോ ഫ്ലെയിമിലാക്കിയിട്ട് ഒരു 10 മിനിറ്റ് വെക്കുക. അത് ഏത് റൈസാണെങ്കിലും നിങ്ങൾ ഇതുപോലെ കുക്ക് ചെയ്തെടുത്താൽ മതി. നല്ല പെർഫെക്റ്റായിട്ട് ഒട്ടിപ്പിടിക്കാത്ത നല്ല കറക്റ്റ് വെന്ത് നല്ല പൂ പോലത്തെ ഗീ റൈസ് നമുക്ക് കിട്ടും കേട്ടോ. ഇതിപ്പോൾ കണ്ട ഞാൻ ഹൈ ഫ്ലെയിമിൽ വറ്റിച്ചെടുത്തു, കുഞ്ഞരി ആയതുകൊണ്ട് അതിനോട് തന്നെ നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇപ്പോൾ റൈസ് നല്ല കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഒട്ടിപ്പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല, കറക്റ്റായിട്ട് കുക്കായിട്ടും വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ വിട്ടുപോകരുത് കേട്ടോ. വലിയ റൈസാണെങ്കിൽ ഞാൻ പറഞ്ഞ ആ രീതിയിൽ ചെയ്യുക. ചെറിയ റൈസാണെങ്കിൽ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വറ്റിച്ചെടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 10-15 മിനിറ്റ് വെക്കുക. ചിലപ്പം 10 മിനിറ്റിനോട് തന്നെ റെഡി ആയിക്കിട്ടും കേട്ടോ. അങ്ങനെ ചെയ്താൽ മതി. ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ. അപ്പം നമ്മളെ റൈസ് റെഡി ആയി കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ. അപ്പോൾ നിങ്ങൾ കുഞ്ഞ് അരിയാകുമ്പോൾ കുക്കറിൽ വെക്കുമ്പോൾ നിങ്ങൾ 1.25 വെള്ളം എടുത്താൽ മതി. അല്ലാണ്ട് അടുപ്പത്ത് വെക്കുമ്പോൾ ഇങ്ങനെ തന്നെ വെള്ളം എടുക്കണം. അപ്പോൾ ഇതാ നമ്മൾ ബാങ്ക് കൊടുക്കാനൊക്കെ ഉള്ള സമയമായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എല്ലാം ഒന്ന് ടേബിളിലേക്ക് കൊണ്ടുവെക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമ്മളെ പാൽവാഴക്കൊക്കെ നല്ല അടപ്രഥമൻ പായസം മാറി നിൽക്കും കേട്ടോ. ആ ഒരു ടെക്സ്ചറിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് സാബൂനരിയൊന്നും നിങ്ങൾ ഇട്ടിട്ട് കൂട്ടരുത് കേട്ടോ. ഞാനിപ്പം ഈ ഒരു അളവിലേക്ക്, അതായത് ഒരു 2 ഗ്ലാസ് പാല്, ഒരു 2 ഗ്ലാസ് വെള്ളം, ആ ഒരു അളവിലേക്കാണ് ഞാൻ സാബൂനരി എൻ്റെ കയ്യിലൊരു 3 പിടി എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ രീതിയിലൊക്കെ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് തന്നെ വരും. ഇനിയിപ്പോൾ ഇതാ എല്ലാം ടേബിളിലേക്ക് കൊണ്ടുവച്ചു. ബാങ്ക് കൊടുക്കാനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഇതാ ബാങ്ക് കൊടുത്തു. ഇനി നമ്മൾ നോമ്പൊക്കെ തുറക്കട്ടെ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം, നമ്മളെ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം പുറത്തു പോകാനൊക്കെ പറ്റുന്നുണ്ടെങ്കിൽ പുറത്തു പോകാം, നമുക്കിഷ്ടമുള്ള സ്പേസിലേക്ക് പോവാം. ഇനി അങ്ങനെയല്ല, നമ്മൾ കസിൻസിൻ്റെ വീട്ടിലോ നമ്മളെ വീട്ടിലോ അങ്ങനെ നിങ്ങൾക്ക് ഫ്രണ്ട്സിൻ്റെ വീട്ടിലോ ഒക്കെ പോകാൻ ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെ പോവാം. അപ്പോൾ അതൊക്കെ നമ്മളിഷ്ടം. പിന്നെ നമ്മളെ വീട്ടിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ ആ രീതിയിൽ ചെയ്യുക. ഒരു ഗാർഡൻ സെറ്റ് ചെയ്യുക, തയ്ക്കുക, അങ്ങനെ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനെ ചെയ്യുക. പഠിക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇന്നൊക്കെ നമുക്ക് ഒരുപാട് ഒരുപാട് ഓൺലൈനായിട്ടും നമുക്ക് ഒരുപാട് അവസരങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ യൂസ് ചെയ്യുക. അങ്ങനെ നമ്മൾ സന്തോഷം നമ്മൾ തന്നെ കണ്ടെത്തിയിട്ട് നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുക കേട്ടോ. നമ്മൾ കുറ്റങ്ങളും കുറവുകളും കണ്ടെത്താൻ വേണ്ടിയിട്ടിരിക്കുകയാണെങ്കിൽ അതിന് തന്നെ സമയം ഉണ്ടാവുള്ളൂ. ഒരുപാട് കുറ്റങ്ങളും കുറവുകളും നമ്മുടെ ലൈഫിൽ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട്
നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. എല്ലാവരും സേഫായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അതിന് വേണ്ടിയിട്ട് ദുആ ചെയ്യുന്നു. എല്ലാവരും പറയലുണ്ട് ദുആ ചെയ്യണം, ജംഷി പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എന്നൊക്കെ. എന്തായാലും ഞാൻ എല്ലാവരും എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് എല്ലാവർക്കും നല്ലത് വരണേ ഞാൻ ദുആ ചെയ്യലുണ്ട് കേട്ടോ. അങ്ങനെയല്ലേ നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ എന്തായാലും എൻ്റെ മനസ്സിൽ നിങ്ങളെല്ലാവരും ഉണ്ട്. അപ്പോൾ അങ്ങനെ അപ്പോൾ ഇൻഷാ അല്ലാഹ് മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാണ്ടും സബ്സ്ക്രൈബ് ചെയ്യാണ്ടും പോകരുത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ എന്തായാലും കമൻ്റായിട്ട് അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.